പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ച ഒരു പരിസ്ഥിതി ദിനം കൂടി. പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുമായാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രധാന സന്ദേശം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാഞ്ഞിരപ്പള്ളി എം.എൽ.എ. പ്രൊഫസർ റോണി കെ. ബേബി ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് എക്കോ ഫെമിനിസം വളർന്നു വരികയാണെന്ന് റോണി കെ. ബേബി പറഞ്ഞു. 30 വർഷത്തിനിടയിൽ ലോകത്തുണ്ടായിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികളാണ്. അപ്പോൾ അവിടെ വനിതകൾക്ക് എന്താണ് പ്രാധാന്യം? ഈ ഹരിത രാഷ്ട്രീയത്തിനോടൊപ്പം വളർന്നു വന്ന മറ്റൊരു മേഖലയാണ് എക്കോ ഫെമിനിസം. ഫെമിനിസത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സ്ത്രീപക്ഷവാദം, സ്ത്രീ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദമാണ് ഫെമിനിസം. നമ്മളതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ. പക്ഷേ ആ സ്ത്രീപക്ഷവാദത്തിന് ഒരു പുതിയ ദിശ നൽകിക്കൊണ്ട് പാരിസ്ഥിതിക സ്ത്രീപക്ഷവാദം, എക്കോ ഫെമിനിസം, അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ ഏറ്റവും നന്നായി സംഭാവനകൾ ചെയ്യുവാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ്, പുരുഷന്മാർക്കല്ല. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം സേതു മാന്താടൻ ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗം ആന്റണി മാർട്ടിൻ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ മനോജ് മാധവൻ എന്നിവർ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി സേതുനാഥ്, ജയശ്രീ വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.